ബഷീർ ബഷിയും രണ്ട് ഭാര്യമാരും. കുറച്ചു കാലങ്ങളായി ഇവരുടെ മേലെ റിയാക്ഷൻ ചാനലുകളുടെ കണ്ണ് വീണിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വീഴാൻ പോകുകയാണ്. കണ്ടന്റ് ദാരിദ്ര്യം ചിലരെ ആ വഴിയിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്വന്തം അധ്വാനം കൊണ്ടും പരസ്പരമുള്ള സ്നേഹം കൊണ്ടും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കി അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ. ഒരു പുരുഷന് രണ്ട് ഭാര്യമാരുമായി സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ലെന്നും അവരുടെ ജീവിതം വെറും ക്യാമറയ്ക്ക് മുന്നിലെ അഭിനയമാണെന്നും ഒക്കെയാണ് ഇത്തരക്കാരുടെ അഭിപ്രായം. എന്നാൽ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ടു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ സമാധാനം കെടുത്താൻ മാത്രമേ ഇത്തരം സങ്കുചിത ചിന്താഗതികൾക്ക് സാധിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ അവിടെ എപ്പോഴും തർക്കങ്ങളും വിവേചനങ്ങളും മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന മുൻവിധി തികച്ചും അസ്ഥാനത്താണ് നിലകൊള്ളുന്നത്. ചില വിരുദ്ധന്മാരും വിരുദ്ധത്തിമാരും ഒരു വീഡിയോയിലെ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് വലിയ രീതിയിലുള്ള കഥകൾ ചമയ്ക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ ആര് കാറിലാണ് പോകുന്നത്, ആര് ബൈക്കിലാണ് പോകുന്നത്, കുട്ടികളെ ആര് സ്കൂളിൽ വിടുന്നു എന്നതൊക്കെ ആ കുടുംബത്തിലെ അന്നന്നത്തെ സാഹചര്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ച് അവർ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ പോലും വിവേചനങ്ങളും അവഗണനയും തിരഞ്ഞു പിടിച്ച് കുറ്റപ്പെടുത്തുന്നത് എത്രമാത്രം ക്രൂരതയാണ്. ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നതും ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതും പരസ്പരം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യുന്നതുമെല്ലാം ആ കുടുംബത്തിലെ ശക്തമായ പങ്കാളിത്തത്തെയും പരസ്പര ധാരണയെയുമാണ് കാണിക്കുന്നത്. അല്ലാതെ ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ അവിടെ ആരും അടിമകളായി കഴിയുകയല്ല ചെയ്യുന്നത്. പ്രസവ സമയത്ത് ലേബർ റൂമിന് മുന്നിൽ ഒരു കാവലാളായി സ്വന്തം സഹോദരിയെപ്പോലെ കൂടെ നിൽക്കാനും പ്രസവിച്ച ഉടൻ ആ കുഞ്ഞിനെ വാത്സല്യത്തോടെ കയ്യിലെടുക്കാനും കഴിയുന്നത് ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒരേ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെപ്പോലെ പരസ്പരം വേർതിരിവില്ലാതെ ഒരു ഉമ്മയുടെ കുഞ്ഞിനെ മറ്റേ ഉമ്മ സ്നേഹത്തോടെ വളർത്തുന്ന ആ മനോഹരമായ കാഴ്ചയെ വെറും അഭിനയമായി ചിത്രീകരിക്കുന്നത് ആ സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും അവരുടെ മാതൃത്വത്തെയുമാണ് ചോദ്യം ചെയ്യുന്നത്. പരസ്പരം പാലവെക്കുന്ന ഇന്നത്തെ ലോകത്ത് സഹോദരിമാരെ പോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ സ്നേഹത്തോടെ കഴിയുക എന്നത് എത്ര വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരൊറ്റ പങ്കാളിയുമായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സമാധാനക്കേടുകളും വേറുപിരിയലുകളും നമ്മൾ കാണുന്നു. അങ്ങനെയുള്ളപ്പോൾ രണ്ട് ഭാര്യമാരുണ്ടായിട്ടും പരസ്പര ധാരണയോടെയും വിട്ടുവീഴ്ചകളോടെയും വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ്. കുട്ടികൾക്ക് നല്ലൊരു ഭാവിയും കുടുംബത്തിന് നല്ലൊരു സുരക്ഷിതത്വവും നൽകാൻ ഈ ഒരുമയ്ക്ക് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് തങ്ങൾ സന്തുഷ്ടരാണെന്നും ആ കുടുംബാംഗങ്ങൾ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും പുറത്തുനിന്ന് നോക്കുന്നവർ ഇല്ല, നിങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ അഭിനയിക്കുകയാണ് എന്ന് ശാഠ്യം പിടിക്കുന്നത് ശുദ്ധ വിവരക്കേട് തന്നെയല്ലേ. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനും സ്വന്തം ചാനലിൻ്റെ വ്യൂസ് കൂട്ടാനും വേണ്ടി മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ കെൽപ്പുള്ള വിദ്യാസമ്പന്നരായ സ്ത്രീകൾ അവരുടെ താല്പര്യപ്രകാരം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അതിന് സഹതാപം പ്രകടിപ്പിക്കാൻ ആരും വരേണ്ടതില്ല. ഓരോരുത്തർക്കും അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശമുണ്ട്. പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ സന്തോഷം തകർക്കാൻ സോഷ്യൽ മീഡിയയിലെ ഒരു തമ്പുരാക്കന്മാർക്കും അവകാശമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി.